ചേർന്ന്, നിങ്ങളും ഞങ്ങളും ചേർന്ന് രണ്ടാവുകയല്ല, നമ്മളെന്ന സുന്ദരമായ വലിയ ഒന്നാവുകയാണ് വേണ്ടത്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനാണ് ബഷീർ, നിങ്ങളുടെ വേപ്പൂർ സുൽത്താൻ. ഇന്നത്തെ പ്രത്യേകത അറിയില്ലേ? ഇന്ന് ജൂലൈ 5 ബഷീർ ദിനം. കഥകൾ വായിക്കാനും കേൾക്കാനും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? എന്റെ വ്യത്യസ്ത കഥാപാത്രങ്ങളൊന്നും നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. അതാ, അവരൊക്കെ എന്റെ കഥാപാത്രങ്ങളാണ്. ആരാണെന്ന് അറിയണ്ടേ? നമുക്ക് നോക്കാം. നമസ്കാരം, ഞാൻ കേശവൻ നായർ. നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ടോ? ബഷീറിന്റെ പ്രേമലേഖനത്തിലെ ഒരു നായകനാണ് ഞാൻ. എന്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. സാറാമേ. ഓ, ഇതാ വരുന്നേ. അതെ, ഞാൻ സാറാമ. ഞാൻ പ്രേമലേഖനത്തിലെ മറ്റൊരു നായിക കൂടിയാണ് ഞാൻ. നിങ്ങൾക്കറിയുമോ, 1942 ബഷീർ ജയിലിൽ കിടക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ നോവൽ എഴുതിയിരുന്നത്. ആഹാ, നമ്മള് മനസ്സിലായില്ലേ? ഞാനാ പാത്തുമ്മ, ബഷീർ ഖാന്റെ മൂത്ത ആരോമലായ പെങ്ങള്. എന്റെ ആടിനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? നോക്കട്ടെ. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ ഇക്കാക്കല്ലേ, പാത്തുമ്മയുടെ ആടെന്ന് പറഞ്ഞിട്ട് ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ ബുദ്ധി എന്നതിന് വേറെ പേരും ഉണ്ട്. എന്റെ പൊരയുള്ള ഉമ്മിയും കാക്കിയും നാത്തൂമാരും കുട്ടിയാളും കോയും ആടും താറവോ ഒക്കെ അതിലുണ്ട്. നമ്മളാണ് പോക്കർ, ഒറ്റക്കണ്ണൻ പോക്കർ. എനിക്കേ മുച്ചിട്ട് കളിക്കാരൻ പോക്കർ എന്ന പേരുമുണ്ട്. എന്റെ തൊഴിലേ മുച്ചിട്ട് കളിയാണ്. എനിക്കൊരു മോളുണ്ട്, സൈനബ. നമ്മളാണ് ഈ കഥയിലെ നായിക, മുച്ചിട്ട് കളിക്കാരന്റെ മകൾ സൈനബ. പ്രധാന സുന്ദരിയും സമർത്ഥയുമാണ്. നമ്മളാള് സൂപ്പറാ. കല്യാണം, കാളച്ചന്ത, ഗുസ്തി, പന്തുകളി, രാഷ്ട്രീയ സമ്മേളനങ്ങൾ തുടങ്ങിയ ആളുകൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ഞാനുണ്ട്. അതെ, ഞാൻ ആരാണെന്നറിയണ്ടേ? ഞാനാണ് മുത്തപ്പ, മണ്ടൻ മുത്തപ്പ. ഞങ്ങളെ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന കഥയിലുള്ളവരാ. കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രിയതമയാണ് ഞാൻ ഫാബി ബഷീർ. എത്ര ദിനങ്ങൾ, എത്ര കഥാപാത്രങ്ങൾ ഞങ്ങൾക്കിടയിൽ മറഞ്ഞു പോയെന്നോ. ബഷീറിന്റെ എഡിയെ എന്ന പുസ്തകം എൻ്റെ ഓർമ്മക്കുറിപ്പാണ്. മാത്രമല്ല, ഭൂമിയുടെ അവകാശികൾ എന്ന കൃതിയിലും ഞാനൊരു കഥാപാത്രമാണ്. നമ്മളെ കാണാൻ ആരോ വന്നിട്ടുണ്ട്. എവിടെ നോക്കട്ടെ. ആരൊക്കെയാണിത്? നമ്മൾ സുഹ്റ, ഇവൻ എന്റെ സുഹൃത്ത് മജീദ്. 1944 ബഷീർ പ്രസിദ്ധീകരിച്ച ബാല്യകാല സഖിയിലെ കൂട്ടുകാരാണ് ഞങ്ങൾ. അതെ, ഈ നോവലിനെ MP പോൾ വിശേഷിപ്പിച്ചത് എന്താണെന്ന് അറിയേണ്ടേ? ബാല്യകാല സഖി ജീവിതത്തിൽ നിന്നും വലിച്ചു ചീന്തിയ ഒരു ഏടാണ്. അതിന്റെ വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു എന്ന്. മതി വക്താരം പറഞ്ഞത്. നമുക്ക് ഇനി മദഗസയിലേക്ക് പോവാം. അയ്യോ, പാവം കുഞ്ഞിക്കിളി, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ തല്ലുകൊടുന്നത്? അയ്യോ, ഇതിന് നന്നായി നൊന്തല്ലോ. ഹേ, എന്താണ് അവിടെ? ആരോടാ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് എന്നെ അറിയാമോ? ഞാൻ നിസാർ അഹമ്മദ്. ഇവൾ എന്റെ അയൽവാസി കുഞ്ഞു പാത്തുമ്മ. 1951 എന്റെ പപ്പാക്കാർ ആരുണ്ടായിരുന്നു എന്ന നോവൽ പ്രസിദ്ധീകരിക്കുന്നത്. മുസ്ലിം സംഘത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള ഒരു കടന്നാക്രമണം കൂടിയാണ് ഈ നോവൽ. വെളിച്ചത്തിന് എന്ത് വെളിച്ചം എന്ന ബഷീറിന്റെ വിഖ്യാതമായ പദപ്രയോഗം ഈ നോവലിലാണ്. അമ്പരിപ്പിക്കുന്ന ഒരു മുട്ടൻ വാർത്തയുണ്ട് ഒരു മൂക്കിനെ കുറിച്ച്. പൊടി വലിക്കുന്ന ഒരു വങ്കനുണ്ട് എനിക്ക്. അവനെ നമുക്ക് പരിചയപ്പെടാം. തീരുന്നില്ലല്ലോ. ഓ, ഇനി ഒന്ന് പൊടി വലിച്ചേക്കാം. ഞാനാണ് മൂക്കൻ.
എനിക്ക് പൊടി കളിക്കുന്ന ഒരു ദുശീലമുണ്ട്. അങ്ങനെ വന്നതാണ് ഈ മൂക്ക്. വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന നോവലിലാണ് എന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ഇങ്ങനെയാണെങ്കിലും ആക്ഷേപഹാസ്യത്തിൽ പൊതിഞ്ഞ ഒരു കഥ കൂടിയാണിത്. ഞാനേ രാമൻ നായര, വെറും രാമൻ നായരല്ല, ആനവാലി രാമൻ നായർ. എനിക്കൊരു ആനയുണ്ട്, അങ്ങനെയാണ് ആനവാലി എന്ന് പേര് വന്നത്. അതെ, അതല്ലട്ടോ കഥ. ഇവൻ ഒരിക്കൽ ചാണകം വാരാൻ പോയതാ. പിന്നെ പറയേണ്ട കഥ. ചാണകം എന്ന് വാരിയത് പാറക്കുട്ടി എന്ന ആനയെ. ഒന്ന് പോടോ, ഇവൻ കള്ളം പറയുക. ഇവൻ തോമ, പൊൻകുരിശ് തോമ. ഇവന് എങ്ങനെ ഈ പേര് കിട്ടിയെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഞങ്ങളെ ആനവാലിയും പൊൻകുരിശും എന്ന നോവലിലുള്ളതാ. കണ്ടോ, ഇവരാണ് ഞാൻ പറഞ്ഞ എന്റെ ഇമ്മണി വലിയ കഥാപാത്രം. ഇവർ ഇനിയും ജീവിക്കണം. എങ്ങനെയെന്നോ? നിങ്ങളുടെ വായനയിലൂടെ, നിങ്ങളുടെ രചനയിലൂടെ. ഞാൻ ബേപ്പൂർ സുൽത്താൻ, നിങ്ങളുടെ ബഷീർ.